ആയിട്ട് നമ്മുടെ ആർട്ടിസ്റ്റുകളൊക്കെ ഗെയിം കളിക്കും, അതിന് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ സെലിബ്രിറ്റി ഗസ്റ്റ്. അപ്പോൾ നമുക്ക് ഇന്ദ്രജ മാമിന്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് ചോദിക്കാം, ഒന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ട് ഒരു കുഞ്ഞു ഗെയിം പ്ലീസ്. ഏറ്റവും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഗെയിമിന്റെ പേരാണ്. സ്റ്റാർ മാജിക്കിൽ നമ്മൾ ഇനി പോകാൻ പോണ ഗെയിമിന്റെ പേരാണ് മൂവിങ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് കുട്ടു സുട്ടു. ഓക്കെ, തമിഴിൽ എന്താ കുട്ടു സുട്ടുവിന് എന്ത് പേര് പറയും? കുട്ടിച്ചുട്ടി. കുട്ടിച്ചുട്ടി. അത് കൊള്ളാലോ. സ്റ്റാർ മാജിക്കിൽ ഞാൻ ആദ്യമായിട്ട് ചരിത്രത്തിൽ ഞാനിട്ട പേര് മാച്ചുകൊണ്ട് പുതിയ പേരിലേക്ക് നമ്മൾ പോവാണ്. സ്റ്റാർ മാജിക്കിൽ നമ്മൾ ഇനി പോകാൻ പോണ ഗെയിമിന്റെ പേരാണ് മൂവിങ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് കുട്ടി ചുട്ടി. You know what is the meaning? ചുട്ടി മീൻസ് ഹോളിഡേ. അല്ല, ഞാൻ പറയാ, കുട്ടി ചുട്ടിയുടെ മീനിങ് എന്താന്ന് പറയുന്നത് ക്യൂട്ട് ആൻഡ് നോട്ടി. Oh my God. Thank you. അത് എന്നെ തന്നെ നോക്കി പറഞ്ഞതിൽ ഐ എം വെരി ഹാപ്പി. ഓക്കെ, അപ്പൊ അത് ലക്ഷ്മി എന്തിനാണ് ചിരിക്കുന്നത്? എന്നെ പറ്റി പറഞ്ഞതുകൊണ്ട് തങ്കച്ചൻ സർ പറയൂ മാഡം. എന്നെ ഒന്ന് സഹായിക്കുവോ പ്ലീസ്? തീർച്ചയായിട്ടും ഞാൻ ഈ ഗെയിമിൽ എന്നെ സഹായിക്കാൻ ഞാൻ തങ്കച്ചൻ സാറിനെ വിളിക്കുന്നു. ഞാൻ എന്നെ ഹെൽപ്പ് വേണം, ഞാൻ പண்றேன். അല്ല, சொல்லிதான் ஆகணும். ഒരു ഹെൽപ്പും നിങ്ങൾ പണ്ണണ്ട. ഇങ്ക സൈഡില് നീങ്ക നിന്ന് നീങ്ക ഗെയിം കളിക്കണം. இந்த സൈഡില് നമുക്ക് പ്രമാദമാണ് വന്ന ഗസ്റ്റിന് അവർ കേട്ടിരിക്കാങ്ക എന്നെ ഹെൽപ്പ് பண்ண. മലയാളം പോലും നീ ശരിക്കും പറയുന്നില്ല, പിന്നെ നീ തമിഴെ പിടിക്കാതെങ്ക அங்க ശ്രദ്ധിക്ക കൂടാതെ அந்த பைத்தியக்காரன் அந்த வீரபாண்டி கட்டப்பம்மன். டேய் அறுபுகட்ட முண்ட சும்மா இருடா, இந்த அபாய முகம் முண்டா இருக்கேடா. അറുപട്ട മുണ്ട പിന്നെ കാളാമുണ്ടത്തിലടിക്കും. പൊക്കോ, നീ പേസണെന്ന് മലയാളം. തലയോട്ടി മൂഞ്ചി പേസണെന്ന് മലയാളം. ഇവിടെ ഒരാള് ചിരി. അതൊരു നല്ല വിളി കേട്ടോ, അറിവ് കേട്ട മുണ്ട്. ഈ അടുത്ത കാലത്ത് ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ട് ഇത്രയും മനസ്സിൽ നിന്ന് ഓപ്പൺ ആയിട്ട് ചിരിച്ചിട്ടില്ല. വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ചിരി. യെസ്. അപ്പോ ഈ കുട്ടി ചുട്ടി എന്ന് പറഞ്ഞ ഒരു ഗെയിം എങ്ങനെയാ കളിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സംഗതി ഇത്രയുള്ളൂ. നമ്മളിതാ ജസ്റ്റ് ഈ ഒരു ഗ്ലാസ് ഇവിടെ പ്ലേസ് ചെയ്യുന്നു, അതിനുശേഷം ഈ ഒരു ബലൂൺ നമ്മൾ പ്ലേസ് ചെയ്യുന്നു, അതിനുശേഷം ബലൂണിനോട് കുട്ടിയെ അടങ്ങിയിരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഈ ഗ്ലാസ് നമ്മൾ ഇങ്ങനെ വെക്കുന്നു. ഓക്കെ, ഇമാജിൻ ചെയ്യണം, ഇങ്ങനെ കൈവിട്ടാലും അത് അങ്ങനെ ഇരിക്കണം. എന്നിട്ട് ഇതിന്റെ മുകളിൽ നമ്മളൊരു ഗ്ലാസ് ഇങ്ങനെ വെക്കണം, അങ്ങനെ പിന്നെ ഇങ്ങനെ വെക്കണം, അങ്ങനെ ഒരു 3 ഗ്ലാസ്. ലക്ഷ്മി അതൊന്ന് കാണിച്ചു തരൂ. ഞാൻ കാണിച്ചു തരണല്ലേ? അങ്ങനെ പിന്നെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ പിന്നെ എങ്ങനെ ഇങ്ങനെ പിന്നെ അങ്ങനെ പിന്നെ അങ്ങനെ പിന്നെ ഇങ്ങനെ. കുട്ടി ചുട്ടി അങ്ങനെ വീഴരുത് ഗൈസ്, അത്രേ ഉള്ളൂ. സോ സിമ്പിൾ. നമ്മൾ പൊസിഷൻ സൈഡ് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. കുട്ടി ചുട്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോ കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ഓക്കേ, ഗുഡ്. ശബാഷ്. എന്താ? ഗുഡ്. പതുക്കെ സ്ലോലി. പതുക്കെ തങ്കു, പതുക്കെ സ്ലോലി. You can. It's good. ഇപ്പൊ ശരിയാവും. എന്താ ഇവിടെ?
താങ്ക് യു തങ്കച്ചേട്ടാ. 2 seconds ഒക്കെ ഹോൾഡ് ചെയ്താൽ മതി. അറിഞ്ഞില്ലേ? ഓ, ഓ. സമ്മാനം ഇവിടെ കൊണ്ടുപോയി. അടിപൊളി, സൂപ്പറായിരുന്നു. ഞാൻ Good job. ജയിക്കാൻ വേണ്ടി ഞാനങ്ങ് തെറ്റിച്ചു. ചുമ്മാ അത് തങ്കച്ചൻ സർ എനിക്ക് വേണ്ടി തോറ്റു കൊടുത്തോ? ഞാൻ അങ്ങനെ തോറ്റതാണ്. കാരണം ഞാൻ ജയിക്കുമായിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെ അടിക്കി ഇങ്ങനെ വന്ന സമയത്ത് എന്റെ വിരലുണ്ട് ഇങ്ങനെ തട്ടിക്കുന്നത്. അത് ക്യാമറ നോക്കി വെറുതെ അറിയാം. ഒന്ന് ചോദിച്ചപ്പോ സ്വയം പൊക്കം ഒന്ന് നോക്കില്ല. SP. വെറുതെ പറഞ്ഞു, ചുമ്മാ നന്നായിട്ട് കളിച്ചു. താങ്ക് യു. അതെ, ഞാൻ കേട്ടിട്ടുള്ള കാര്യം നന്നായിട്ട് പാടും എന്നുള്ളത്. ഒരു പാട്ടും കൂടെ. ആക്ച്വലി ഫുൾ ത്രോട്ട് ഡിസ്റ്റർബാണ്, സോർ ത്രോട്ടാണ്, കോൾഡാണ്. അപ്പോൾ അതിന് നോസ്ട്രൽ ഡ്രോപ്സും കൂടി ഞാൻ എൻ്റെ പൗച്ചിലുണ്ട്. ഇഫ് ഇൻ കേസ് ഇത് ശരിയില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഇല്ല ഇല്ല, ഒരു കുഴപ്പമില്ല. ആരെങ്കിലും സഹായിക്കണമെങ്കിൽ സഹായിക്കാം. ഇഷ്ക് ബിനാ ക്യാ ജീനാ യാരാ, ഇഷ്ക് ബിനാ ക്യാ മർനാ, इश्क बिना क्या जीना यारा, इश्क बिना क्या मरना, रब से सोना इश्क इश्क, रब से भी सोना इश्क, रब से सोना इश्क इश्क, रब से भी सोना इश्क इश्क. എന്താ പറയണ്ടെന്നുള്ളത് അറിയില്ല. ഭയങ്കര ഹാപ്പി കേട്ടോ. ശരി, അപ്പൊ എന്തായാലും ഈ ഒരു ഗെയിം കഴിയുമ്പോൾ മാമാണ് ജയിച്ചിട്ടുള്ളത്. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. കൺഗ്രാറ്റുലേഷൻസ്. അവിടെ പോയിരുന്നു കാണാം. താങ്ക് യു മാഡം. മാഡം നന്നായിട്ട് പാടിയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. ഇതിനാണ് തൊണ്ട വയ്യ എന്നൊക്കെ പറഞ്ഞല്ലേ. എനിക്ക് മാഡത്തിന്റെ കൂടെ ഈ കുട്ടി ചുട്ടിയിൽ പങ്കെടുത്തതിൽ ഞാൻ വളരെ കൃതാർത്ഥനാണ്. ഭയങ്കര സന്തോഷമുണ്ട്. ലവ് യു തങ്കച്ചൻ സർ. താങ്ക് യു. കൊണ്ടുപോണോ? പോകുമ്പോ ചെന്നൈയിലേക്ക് കൊണ്ടുപോണോ? വേണ്ട, ഞങ്ങളുടെ വീട്ടിന്റെ മുമ്പുണ്ട് ഒരു പടം. അനു, അനു ചേട്ടാ, വീടിന്റെ ഫ്രണ്ടിലുണ്ടെന്ന് ചോദിച്ചു വാങ്ങിച്ചു. ആ കോലത്തിന്റെ ഫോട്ടോ ചോദിച്ചു വാങ്ങിച്ചു. 2 പിടി വയ്ക്കോല് വേണം, തലയിൽ ചട്ടി കാണും. അപ്പോ ഇന്നത്തെ എപ്പിസോഡില് ശരിക്കും നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിനെ പോലെ തന്നെ ആ സൈഡിലേക്ക് നോക്കുമ്പോണ്ടല്ലോ. കാരണം ഇപ്പൊ ഷൂട്ട് സ്കെഡ്യൂൾ എന്നൊക്കെ പറയുമ്പോൾ അതിരാവിലെ ലൈക്ക് ഇപ്പൊ നമ്മൾ ഫ്ലോറിൽ കയറുന്ന പോലെ തന്നെ ഓഡിയൻസും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും. രാത്രിയാവും ഷൂട്ട് കഴിയുമ്പോൾ. പക്ഷെ ഇത്ര മണിക്കൂറുകളായിട്ടും ആ ഒരു എനർജി, എസ്പെഷ്യലി കുഞ്ഞു മക്കളുടെ എനർജിയാണ് ഇന്ന് കൂടുതലായിട്ടുള്ളത്. നിങ്ങൾക്കായിട്ടൊരു വലിയ കൈഡി. നിങ്ങളെ ഒന്ന് കൂടുതൽ പരിചയപ്പെടുത്തോ? എല്ലാവരും എവിടുന്നാ വരണേ? ഞങ്ങള് കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെയുള്ള എല്ലാ ജില്ലയിൽ നിന്നും ആൾക്കാരുണ്ട്. ഞങ്ങള് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയും. കുട്ടികളിൽ കാണുന്ന പ്രമേഹമാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. ടൈപ്പ് 1 ഡയബറ്റീസ് ബാധിതരായ കുഞ്ഞുങ്ങളും അവരുടെ പാരൻസുമാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും വളരെ ടെൻഷൻ അടിച്ച് ഓരോ നിമിഷവും കുഞ്ഞുങ്ങളുടെ ഷുഗർ ഹൈ ആകുമോ ലോ ആകുമോ അങ്ങനെ ഒരു ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന ഒരു ലൈഫാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം പോയത് എങ്ങനെയാണെന്ന് അറിയില്ല. ഞങ്ങൾ ആ ഒരു ഷുഗർ എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥ ഞങ്ങളങ്ങ് മറന്നു പോയ പോലെയാണ്. ഇത്രയും നേരം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷം തരാൻ വേണ്ടിയിട്ട് ഈ ഫ്ലോറിന് കഴിഞ്ഞു. അതിന് നമ്മൾ സ്റ്റാർ മാജിക്കിനോടും ഫ്ലവേഴ്സ് ചാനലിനോടും ശ്രീകണ്ഠൻ സാറിനോടും ഉഷ ശ്രീകണ്ഠൻ മാഡത്തിനോടും ഒരുപാട് നന്ദി പറയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്തോ? ഇത് ശരിക്കും ലൈക്ക് നിങ്ങൾ എല്ലാവരും കൂടെ ഉള്ള ഒരു കൂട്ടായ്മയാണോ ഗ്രൂപ്പാണോ? എങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും കൂടെ ഫോം ചെയ്ത്? ഞങ്ങൾക്കൊരു ഓൾ കേരള ടൈപ്പ് 1 ഡയബറ്റീസ് സൊസൈറ്റി ഉണ്ട്, ടൈപ്പ് 1 ഡയബറ്റീസ് വെൽഫെയർ സൊസൈറ്റി. നമ്മൾ ഈ ടൈപ്പ് 1 ഡയബറ്റീസ് ബാധിതരായ പാരൻസ് മാത്രമുള്ള ഒരു സൊസൈറ്റിയാണ്. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ പാങ്ക്രിയാസിലെ ബീറ്റാ സെല്ല് നശിച്ചിട്ട് ഇൻസുലിൻ പ്രൊഡക്ഷൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവുകയാണ്. അപ്പോൾ ഇവർക്ക് എൻ്റെ മോൾക്ക് ഒരു ദിവസം എല്ലാ ടൈപ്പ് 1 ഡയബറ്റീസ് ബാധിതരായ കുട്ടികളും 6 നേരം
നേരം തൊട്ട് 7 നേരം ഡെയിലി ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കണം. അതുപോലെ ഈ കുഞ്ഞു വിരലുകളിൽ കുത്തിയിട്ട് ഒരു 10 നേരമെങ്കിലും ഡെയിലി ഷുഗർ ചെക്ക് ചെയ്യണം. എന്ത് ഭക്ഷണം കഴിച്ചാലും നമ്മളപ്പോൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കണം. അതുപോലെ തന്നെ ഫുഡിൻ്റെ ഡയറ്റ് ഇവർക്ക് നമുക്ക് ഇഷ്ടമുള്ള പോലെ കഴിക്കാൻ പാടില്ല. പാരൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉറങ്ങാത്ത അമ്മമാരാണ്. രാത്രിയൊക്കെ ഷുഗർ ലോ ആയിട്ട് കുട്ടികൾ മരണത്തിലേക്ക് പോകുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടാകും. അത്രയും ഡേഞ്ചർ ആയിട്ടുള്ളൊരു. ഏത് വയസ്സിനകത്തോ ഇത് തുടങ്ങും? എൻ്റെ മോക്ക് 3.5 വയസ്സിലാണ്. ബൈ ബർത്ത് ഉള്ള കുട്ടികൾ വരെയുണ്ട്. ഇതിന് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നോർമലി ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ സിംറ്റംസ് ആണ്. ഇവർ യൂറിനേഷൻ പെട്ടെന്ന് മൂത്രമൊഴിക്കുക, അതുപോലെ തന്നെ ഭക്ഷണം ഒത്തിരി ഭക്ഷണം കഴിക്കുക, ഒരുപാട് വെള്ളം കുടിക്കുക. അപ്പോഴാണ് നമ്മൾ ഒരു നോർമൽ സിറ്റുവേഷൻ ഒരുപാട് വെള്ളം കുടിക്കുക. അപ്പം നമ്മൾ പോയി ചെക്ക് ചെയ്യും. പക്ഷെ ഇതിനെക്കുറിച്ച് നമുക്ക് നമ്മുടെ കുട്ടിക്ക് വരുമ്പോഴാണ് ഇങ്ങനെയുള്ളൊരു രോഗാവസ്ഥ ഈ ഭൂമിയിൽ ഉണ്ടെന്ന് തന്നെ നമ്മൾ അറിയുന്നത്. അങ്ങനെ നമ്മളൊരു കൂട്ടായ്മയായി. ശരിക്കും സ്റ്റാർ മാജിക് ഒക്കെ ഇപ്പം അമ്മമാര് പറഞ്ഞു, ഉറങ്ങാത്ത അമ്മമാരാണെന്ന് പറഞ്ഞു, അച്ഛന്മാര് കൂടെ വന്നിട്ടുണ്ട്. അവർക്കും ഒരു വലിയ പ്രണാമം പറയാണ്. കാരണം മക്കളെ അങ്ങനെ കരുതലോട് കൂടിയിട്ടാണ്. നിങ്ങളില്ലെങ്കിൽ അവരില്ല. അപ്പം സ്വന്തം ആയിട്ട് വളരെ സന്തോഷത്തിൽ അവരെ പൊന്നുപോലെ നിങ്ങളിതായിപ്പോൾ അവരുടെ സന്തോഷത്തിനാ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ആ ഉമ്മയുടെ കണ്ണ് നിറയുന്നുണ്ട്. കരയാൻ പാടില്ല. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരെയും സന്തോഷിപ്പിച്ച് വിടുക. ഈ സ്റ്റാർ മാജിക്കിന്റെ വാതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും തുറന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് എപ്പോ വേണം സന്തോഷം എന്ന് തോന്നുമ്പോൾ അപ്പോൾ ഈ വാതിൽ തുറന്നിരിക്കും. അപ്പം തന്നെ വരണം എല്ലാവരും കേട്ടോ. ഇതില് കുറെ ആ ചിടുങ്ങാപ്പിയാണ് നേരത്തെ ടീമിന്റെ അടുത്തും എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. ചാട്ട വേണം, അത് വേണം. എന്താ വാവയുടെ പേര്? ഖദീജ സാദിയ. ഖദീജ കുട്ടി, ഹായ്. സ്റ്റാർ മാജിക് ഇഷ്ടാണോ? ഭയങ്കര ഇഷ്ടാണോ? എനിക്ക് എല്ലാവരും കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സ്റ്റാർ മാജിക്കിലെ എല്ലാവരും വാവയുടെ ഫ്രണ്ട്സിനെ അന്വേഷിച്ചു എന്നൊക്കെ പോയി പറയണം കേട്ടോ. ഗുഡ് ഗേൾ ആയിട്ട്, സ്മാർട്ട് ഗേൾ ആയിട്ട് ഇരിക്കൂ. ഇതിലാരാ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരാ? ഭദ്രക്കുട്ടി പാടും. ഭദ്രക്കുട്ടി ഇവിടെ വന്ന് പാടുവോ? വാവതേ ഒരു പാട്ട് പാടാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് വാവയുടെ അമ്മ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ചോദിച്ചു എന്താ കയ്യിൽ മോളുടെയും ചോദിച്ചപ്പോൾ പാരൻസ് പറഞ്ഞത് ഇങ്ങനെയാണ്, അവളുടെ കയ്യിലൊരു സെൻസർ വെച്ച് കൊടുത്തിരിക്കുക. സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും അച്ഛൻ്റെ അമ്മയുടെയും ഫോണിൽ ആപ്പ് ത്രൂ മോളുടെ ഷുഗർ എത്രത്തോളം ഷൂട്ടപ്പ് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടാണോ കൂടിയിട്ടാണോ എന്നൊക്കെ പാരൻസിൻ്റെ സമാധാനത്തിന് നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റും അല്ലേ? അത് ഓക്കെ. ഇതാരാ എഴുതി തന്നെ? അമ്മയാണോ എഴുതി തന്നെ? ഇത് ശരിക്കും ഈ ടൈപ്പ് 1 ഡയബറ്റിസ് ഇവരുടെ ഒരു രോഗാവസ്ഥ എന്താണെന്നുള്ളത് പാരഡി രൂപേണ അമ്മ എഴുതി കൊടുത്തിരിക്കണതാ. ശരി, വാവേ പാടാം. ഞാൻ പാട്ട് പാടാൻ പോവാണ്, എല്ലാരും കേൾക്കണേ. ഗുഡ് ഗേൾ. എല്ലാരും അറിയണം, എല്ലാരും അറിയണം, ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ട്. അമിതമായി ദാഹവും അമിതമായി വിശപ്പും ക്ഷീണിച്ചു പോകുമയ്യോ, ഞങ്ങൾ ക്ഷീണിച്ചു പോകുമയ്യോ. ഇഞ്ചക്ഷൻ വെക്കണം, ഷുഗർ നോക്കണം, കൺട്രോളാക്കി വെക്കണം. നമ്മുടെ ഷുഗർ കൺട്രോളാക്കാം. ഷുഗറുള്ള മക്കളെ നമ്മുടെ നാടിൻ്റെ നെഞ്ചോടു ചേർക്കണമേ, നിങ്ങൾ നെഞ്ചോടു ചേർക്കണമേ.
പാട്ട് പാടുമ്പോണ്ടല്ലോ ഈ മോളുടെ മുഖത്താണെങ്കിലും അമ്മയുടെ മുഖത്താണെങ്കിലും ഇന്ന് വന്നിട്ടുള്ള അച്ഛൻ്റെ മുഖത്താണെങ്കിലും എല്ലാവരുടെ മുഖത്തും ഞങ്ങളുടെ മോള് അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മകളാ പാടിയത് എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. നിങ്ങളാണ് ഇപ്പോൾ പോസിറ്റിവിറ്റി എല്ലാവർക്കും സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ വിൽ പവറിനനുസരിച്ചിട്ടായിരിക്കും ഫുൾ കൺട്രോൾ, റിമോട്ട് കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കും. ആൻഡ് അച്ഛനും അമ്മയും ഭയങ്കര ബ്ലസ്ഡ് ആണ്, ഒരു മിടുക്കി കുട്ടിയാണ്. ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും വളരെയധികം ബ്ലസ്ഡ് ആണ്. ഇവൾക്കായിട്ടൊരു വലിയ കൈ കൊടുക്കും. ഇതുപോലെ തന്നെ ശക്തമായിട്ട് ഈ കൂട്ടായ്മ മുന്നോട്ട് പോട്ടെ. ഒരുപാട് പേരുടെ ലൈഫിൽ നിങ്ങൾക്ക് ലൈക്ക് ഈ ഒരു പോസിറ്റിവിറ്റി ഇന്ന് ശരിക്കും ഇത് ഒരു പാട്ടായിട്ട് കേട്ടെങ്കിലും ഒരുപാട് ഫാമിലീസിലേക്കുള്ളൊരു മെസ്സേജും കൂടെയാണ് ഈ അമ്മയുടെ തൂലികയിൽ നിന്ന് മകള് പാടിയിട്ടുള്ള ഈ വരികൾ എന്ന് പറയണേ കേട്ടോ. ആൻഡ് വൺസ് അഗെയിൻ ഇത്രയും ദൂരം താണ്ടി ഇത്രയും മക്കളെയും കൊണ്ട് ഇവിടെ എത്തിയാൽ എങ്ങനെ നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇന്ന് സ്റ്റാർ മാജിക് ടീമും വളരെയധികം ബ്ലസ്ഡ് ആണ്. കാരണം നിങ്ങളെ ചിരിപ്പിച്ച് വിടാൻ പറ്റിയെങ്കിൽ അതിൽ നമ്മൾ വളരെയധികം ബ്ലസ്ഡ് ആണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അച്ഛനമ്മ വാവയിട്ട് നിൽക്കൂ. എന്റെ ഭാര്യ പ്രസവിച്ചിട്ട് അങ്ങ് പോയി, പണിക്ക് പോയതാണ്. ഉല്ലാസേട്ടൻ എന്ത് പറ്റി? ഈ കുട്ടിക്ക് അമ്മയാവാൻ ഞാൻ തയ്യാറാണ്. ലക്ഷ്മി, എന്റെ ഭാര്യ എന്റെ കുട്ടിക്ക് സ്നാക്കി ഇട്ട് കൊടുത്തില്ല, കൈ കംപ്ലീറ്റ് മൂത്രം ഒഴിച്ചു. നന്നായി. ചേട്ടയുടെ കുട്ടിയുടെ അമ്മ ഞാനാവാം. ഏത് കുറ്റി? അതിനെ മസിൽ കയറ്റി ഞെരിക്കരുത് ഇങ്ങനെ. എന്റെ കുട്ടി ഉറക്കത്തിൽ കരയാറില്ല. എന്താ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നാ? തങ്കുന് കൊച്ചിനെടുക്കാറില്ല. തങ്കൂനറിയില്ല, ടീമിനറിയില്ല. ടീമിന് ഭയങ്കര ചമ്മല് പോലെയാ. ഒന്ന് കൊടുത്തേ. രണ്ടുപേർക്ക് കൊച്ചിനെടുക്കാറിഞ്ഞൂടാ. രണ്ടുപേരും. ബാക്കി എല്ലാ അച്ഛന്മാരും ഭയങ്കര രസമായിട്ട് ക്യൂട്ടായിട്ട് കുഞ്ഞാവ് എടുത്തു. കുട്ടി ഇങ്ങനെ ടീം ഒരു കൊച്ചിന്റെ പിറന്നാളിന് ഗിഫ്റ്റ് കൊണ്ടുപോകുമ്പോ കൊച്ചിനെ കൊണ്ടുവന്നത് ടീം മൊമെന്റോ സ്വീകരിക്കുന്ന പോലെ തല എപ്പോഴും ചേർത്ത് പിടിക്കണം. പിടിച്ചേക്കുന്ന പോലാണ് ശരിക്കും ആ കണ്ണുകൾ, തങ്കുന്റെ അതേ കണ്ണ്. അല്ല, എനിക്ക് അതിൽ സംശയമുണ്ട്. എനിക്ക് അനുവിന്റെ അതേ മൂക്ക്, ആ കള്ളലക്ഷണം, അത് നിങ്ങൾ രണ്ടുപേരും അച്ചിട്ട്. എന്റെ കൊച്ചിന് ആരെ ചായ ഉള്ളത്? മുഖച്ചായ ഇല്ലെന്ന്. എന്റെ മുഖച്ചായില്ലേ? ഇല്ലെന്ന്. എന്റെ കൊച്ചല്ലേ? അതെനിക്കറിയില്ല. പരിപാടി കുറച്ചേ എടുക്കണം അങ്ങോട്ട്. ഡെയിലി പരിപാടി പിടിച്ച ഇതെന്റെ കയ്യിൽ തന്നിട്ട് അനു പറഞ്ഞു കൊഞ്ചിക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ കുറച്ച് നാൾ വീട്ടിലില്ലായിരുന്നു. അപ്പൊ ഇത് കൊഞ്ചിച്ചതല്ല, ഇത് എന്നെ കൊഞ്ചിച്ചതെന്നാണ് തോന്നുന്നു. നോക്കട്ടെ, മ്യൂസിക് പ്ലീസ്.
അതുപോലും അവതാളത്തിലാണ് ചെയ്യുന്നത്. തങ്കച്ചന് ആ കുട്ടിയുടെ കളറിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല അല്ലടാ. അതൊന്നും കുഴപ്പമില്ല. ഞാൻ എന്റെ കൊച്ചിനെ കുങ്കുമപ്പൂ കൊടുത്തു അല്ലേ മക്കളെ? ഷാഫിഖാന്റെ അതിന് ചാരായ കൊടുക്കായിരുന്ന മതി കേട്ടാ. ലക്ഷ്മി എന്റെ കൊച്ചു പറയണേ മമ്മയും ഉമ്മ കൊടുക്കണമെന്ന്. കൊച്ചു പറയണ എന്റെ അടിക്കുപ്പം കൊടുക്കണമെന്ന്. ഇതൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചെടുക്കണ അളിയാ? തങ്കച്ചൻ ഒരു വർഷമായിട്ട് കൊച്ചിന് ഇനിയും ദാടി വന്നിട്ടില്ലല്ലോ. കൊച്ചേ ഈ ബിനീഷ് ബാസിന്റെ കൊച്ച് ഡാഡി എന്നല്ല വിളിച്ചേ, താഴെ നോക്കിയപ്പോ താടിന്നാ വിളിച്ചേ. പക്ഷെ ഞാൻ പറഞ്ഞു അതിന് കൊച്ചിന് ഇനിയും താടി വന്നിട്ടില്ലല്ലോ. നല്ല കൗണ്ടർ ആയിരുന്നു അത്. ഒന്ന് ചിരിച്ചോളൂ, ഒരു ഫാമിലി ഫോട്ടോ എടുക്കാം. ഇത് എല്ലാം ഒരു തന്തയുടെ കൊച്ചാണ്, ഒറ്റണത്തിൽ മുടിയില്ലാത്ത പിള്ളേ. റെഡി 1 2 3. ഒരു കല്യാണം സൈഡ് വരെ ഒത്തു തന്നെയാണ് അത്. ഇതിലങ്ങ് പോയി കിട്ടും. നിങ്ങളുടെ രണ്ടാമത്തെ കുട്ടി ലോഡിംഗ് ആണോ? അതെ അതെ ലോഡിംഗ് ആണ്. പിന്നെ അത് മാത്രല്ല ഈ കുട്ടിക്ക് അതേ പൊക്കിളാ കിട്ടിയിരിക്കുന്നത്. അത്ഭുതം. ഭാര്യ പ്രസവിച്ചപ്പോ അച്ഛൻ ഗർഭിണിയായി. ഇവ എന്താണ് ഒരു ചേഞ്ച് ആഗ്രഹിച്ചോ? തീർച്ചയായിട്ടും. ഇവിടെ ബാക്കിയുള്ളവർക്കെല്ലാം സിംഗിൾ കുട്ടിയായപ്പോൾ എനിക്ക് കിട്ടിയത് ഇരട്ട കുട്ടികളാണ്. കൊച്ചു നിളയും കൊച്ചിന്റെ തള്ള കളയും. തങ്കച്ചന് കുഞ്ഞുണ്ടായത് നേരത്തെ ഇവിടെ ഫോട്ടോ എടുത്ത് വെച്ചായിരുന്നു ഒരെണ്ണം. ദേ സ്റ്റാർ മാജിക്കില് നമ്മൾ ഇന്നൊരു ഗെയിമിലേക്ക് പോവാൻ പോവാണ്. മൂവിങ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ഇരട്ട കുട്ടികളുടെ അച്ഛൻ. ഈ ഇരട്ട കുട്ടികളുടെ അച്ഛൻ എന്ന് പറഞ്ഞ ഒരു ഗെയിം എങ്ങനെ കളിക്കേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. 2 ടീം ഒരുമിച്ചായിരിക്കും കളിക്കണ്ടായിരിക്കുക. മെയിൻലി അച്ഛന്മാർക്കാണ് ഇതില് ഇമ്പോർട്ടന്റ് റോള്. ഓക്കെ, അപ്പോ അവിടെ നിന്ന് കണ്ണ് കെട്ടി കഴിഞ്ഞിട്ട് അമ്മമാര് ബാക്കിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് പറയും. അച്ഛന്മാരിപ്പോ എന്ത് ചെയ്യും? ഇവിടെ ഓരോ കളർ, നമ്മൾ 2 കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന് പിങ്കും ഒന്ന് റെഡും. ഈ ടീമിന് ഇപ്പൊ പിങ്ക് തൊട്ടിലാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇവർ കണ്ണ് കെട്ടിയിട്ട് ലൈക്ക് അമ്മ പറയുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് ഈ ബേബിയെ കൊണ്ടുവരണം. അങ്ങനെ ഇതിൽ ഓരോ ഫാമിലിക്കും ഇരട്ട കുട്ടികളായിരിക്കും ഉണ്ടാവുക. ഓരോ ടീമിൽ നിന്നും ഓരോരുത്തർ, അതായത് അച്ഛന്മാര് വന്നിട്ട് ഇൻസ്ട്രക്ഷൻസ് പ്രകാരം കറക്റ്റ് ആയിട്ട് അവരുടെ ബേബിയെ ആ കളർ ഏതാണോ അതിൽ നിന്ന് ഫിക്സ് ചെയ്തിട്ടുള്ള കളറിൽ നിന്ന് ആ ഒരു ബേബിയെ എടുത്തിട്ട് തിരിച്ച് നമ്മൾ കൊണ്ടുപോയി തൊട്ടിലിൽ പ്ലേസ് ചെയ്യണം. ഇരട്ട കുട്ടികളുടെ അച്ഛൻ ഈ ഗെയിം എല്ലാ ഇരട്ട കുട്ടികളുള്ള ഫാമിലിക്ക് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഭയങ്കര രസമായിരിക്കും അല്ലേ വീട്ടില്. അപ്പോൾ ഈ ഒരു ഗെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2 ടീമിനും ഓരോ ഇൻഡിവിജ്വൽ കളേഴ്സ് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുകയാണ്. സുമയുടെ ടീമിന് നമ്മൾ കളർ പറയുന്നത് ഇറ്റ്സ് പിങ്ക്. സ്വാഭാവികമായിട്ടും ഇവിടെ ദിസ് കളർ ഡിഫൈൻസ് റെഡ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ടീം ക്യാപ്റ്റൻസിന്റെ പ്രത്യേകം ശ്രദ്ധയ്ക്ക് ഇവിടെ റെപ്പ് ചെയ്യുന്നു റെഡ് കളർ. ധന്യ, മേരി, വർഗീസ് ആൻഡ് ജോൺ ചേട്ടാ പിങ്ക് ആണ്. എന്തെങ്കിലും ടീമിനോട് പറയാനുണ്ടോ, അല്ലെങ്കിൽ മൈക്കിലൂടെ ഓപ്പോസിറ്റ് ടീമിനെ വെല്ലുവിളിക്കാനുണ്ടോ? ഭാര്യ എന്ന് പറഞ്ഞ ഒരു കൺസിഡറേഷനും ഇല്ല, ഞങ്ങൾ ജയിക്കാനേ നോക്കൂ. അടിപൊളി. ഭാര്യയൊക്കെ വീട്ടില്. ശരി, മൃദുല, യുവ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ടോ? അല്ല, നമ്മള് ഒരു പ്രസവം കഴിഞ്ഞുകൊണ്ട് ഇനിയൊന്നും പറയാനില്ല. നമ്മുടെ പ്രസവം, ഭാര്യയുടെ പ്രസവം. അതെ, പുതിയ തലമുറ നമ്മൾ വി ആർ പ്രഗ്നന്റ് എന്നാണ് പറയുന്നത്. ഓ ഐ സീ. ഞാൻ തെറ്റിയറിച്ചു ബിയറാന്നോർത്ത്. ആ ശരി, ഇപ്പൊ മനസ്സിലായില്ലേ വി ആണ്. ഇരിയോടെ ബിയര് കുടിച്ചാലും വരും പ്രഗ്നൻസി. ബീർ കുടിച്ച പ്രഗ്നൻസി ഉണ്ടാവില്ല, വയറ് ചാടും. ബീർ കുടിച്ചിട്ട് ഭർത്താവ് വരണം, അപ്പൊ പ്രഗ്നൻസി ഉണ്ടാവും. ഏട്ടാ, റിയൽ ആയിട്ടൊരു ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട്, റിയൽ ആയിട്ടുള്ള ഒരു കുട്ടി വീട്ടിൽ ഇരിപ്പുണ്ടെന്ന് ആലോചിക്കുക. അവിടെ കാണുന്ന ഭാര്യയെ ആക്കരുത്, കുട്ടീനെ ഒറിജിനൽ ആക്കരുത് കേട്ടോ. ഇല്ല ഒരിക്കലും ഇല്ല. പിന്നെ കണ്ണ് കെട്ടിക്കഴിയുമ്പോഴത്തേനും ചിലപ്പം തെറ്റിപ്പോവാൻ സാധ്യത ഉണ്ട്. നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ഈ ടീമിന് റെഡും ഓപ്പോസിറ്റ് ടീമിന് പിങ്കും ആണ് നമ്മൾ കളർ കൊടുത്തിട്ടുള്ളത്. സോ വി ആർ മൂവിങ് ഓൺ ടു ദ ഗെയിം. ഇരട്ട കുട്ടികളുടെ അച്ഛൻ, കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. കണ്ണേട്ടനെ കളത്തരം കാണിക്കാൻ പാടില്ല. യെസ്, ഓക്കെ. Forward, 5 step forward. ചേട്ടാ go straight. 5 straight forward. ജോൺ ചേട്ടാ go straight. Go. അതല്ല, go straight. Yes. അത് yes, അതെ. എടുത്തോ. Right. Very good. Right. തിരികെ വരൂ. 3 step forward. Okay, thank you. മുന്നോട്ട് പോ. Left. Go straight. അതല്ല. No. Go straight. Yes. Okay. Forward. Run. Left. Forward. കൈ നീട്ട്. കിട്ടുന്നെടുത്തോ. കിട്ടുന്നടക്കം ചന്തയിൽ പോയി കാണാം. അതെ. എന്റെ വോയിസ് കേട്ടിട്ട് പോ. Go straight. Go.
Right. Yes. ജോൺ ചേട്ടാ വെരി ഗുഡ്. Okay, come straight. Opposite Yes. പറയാൻ തിരികെ പൊയ്ക്കോ. പോട്ട്. Right. ഷാഫിക right. Front. ഷാഫിക right. Yes. അത്. പോ. അതിലൊന്നുമില്ല. ഷാഫിക go. Right. Oh, yes. അടുത്ത ആൾ. ഓടുക. Front. Go straight. നേരെ പോ. നേരെ പോ. നേരെ. സുമ നേരെ. Yes. അത്. വരൂ. സുമ നേരെ പുറത്തോട്ട് വാ. സുമ നേരെ വാ. കൊച്ചിന് തൊപ്പി പോയി. ഓക്കേ. നേരെ. ലെഫ്റ്റ്. സുമയുടെ ലെഫ്റ്റ്. Straight. Yes. അത്. Yes. Left ചേർന്ന് പോ. നേരെ പോ. നേരെ. Yes. ചേട്ടൻ right. സുമയുടെ right. എന്നെ വീഴ്ത്തിയേ. തിരിച്ച് Thank you. തങ്കു നേരെ. നേരെ പോ. Yes. അത്. തങ്കു തിരികെ വാ. Straight. തിരികെ. നേരെ വാ. നേരെ വാ. വേമ്പ. Okay. വേഗം പോ. നേരെ. തങ്കു Right. നേരെ. തങ്കുന്റെ റൈറ്റ്. ഇനി നേരെ പോ. തങ്കുന്റെ റൈറ്റ്. തങ്കു നേരെ. ലെഫ്റ്റ്. Right. Stop. Yes. Left. Yeah. ഓക്കെ. തങ്കു തിരികെ വാ. ഓടി വാ. തങ്കു പെട്ടെന്ന് വാ. ഇവിടെ ഞാൻ ഒന്ന് പോയാലേ. Go straight. ഇവിടെ Left. Back. ഷാഫിക്കയുടെ റൈറ്റ്. ഇതിനെ. Yes. ഷാഫിക്ക ഓടി വാ. Straight പോ. Left. Right. ഷാഫിക റൈറ്റ്. അതെ. ഷാഫിക നേരെ. ഷാഫിക ലെഫ്റ്റ്. Game is over. അപ്പോ എത്ര മക്കൾ എത്തിയിട്ടുണ്ട്, എത്ര പേര് ക്രാഡിലുണ്ട്, എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ ഒരാൾ തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു കുട്ടി കുറവാണ്. ആ ഒരു കുട്ടിയെ ഏതോ ഒരു കുട്ടിത്തം തട്ടിക്കൊണ്ടു. നിങ്ങള് കുട്ടിത്തം ഒരു റോങ് ഇൻഫർമേഷന്റെ പേരിൽ റോങ് ആയിട്ട് ബേബിയെ മിസ്പ്ലേസ് ചെയ്തത് ഒട്ടും കുട്ടികളെ നോക്കി ബന്ധമില്ലാത്ത ബിനീഷ് ബാസ്റ്റിൻ. കൊരങ്ങന്റെ കയ്യിൽ പൂമാല എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ കൊരങ്ങന്റെ കയ്യിൽ നിന്ന് കുട്ടി എന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പിന്നെ കൊരങ്ങന്റെ കയ്യിലല്ലാണ്ട് കൊരങ്ങന്റെ കുട്ടി ആരുടെ കയ്യിലിരിക്കും? തലയോട്ടിയുടെ കയ്യിൽ കുട്ടി. അപ്പോ ഇവരുടെ ടീമിൽ നിന്ന്, ജോൺ ചേട്ടന്റെ ടീമിൽ നിന്ന് ഒരു ബേബിയെ ഇവിടെ തട്ടിക്കൊണ്ട് പോയത് കൊണ്ട് തന്നെ ജോൺ ചേട്ടന്റെ ടീമാണ് ജയിച്ചിട്ടുള്ളത്. എന്തെങ്കിലും ഒരു പരാതിയുണ്ട്. അവിടെ റെഡ് കളർ തൊട്ടിലിന്ന് തന്നെയാണ് ഞങ്ങൾ കുട്ടിയെ കൊണ്ടുവന്നത്. ധൃതിയിൽ അതിന്റെ കളർ ശ്രദ്ധിച്ചില്ല, പക്ഷെ അത് മാറ്റി വെച്ചതാണ് അതർ ടീമിലെ ഒരു മെമ്പർ. ഇത് താഴെ വീണത് ടീമാണ് എടുത്ത തൊട്ടില് പ്ലേസ് ചെയ്തത്. ഞാൻ എന്താ ഇങ്ങനെ കാണിക്കുമ്പോ അത് റിവൈൻഡ് അടിച്ചിടും. അതങ്ങനെ ശരിയാവും. നിങ്ങളെ ഇത്ര ക്യാമറയുടെ മുമ്പ് പച്ച കള്ളത്തനം കാണിച്ചിട്ട് കിടന്ന് മെഴുവണം എന്തിനാണ്? അത് എനിക്ക് അതാണ് മനസ്സിലായി. മെഴുവാനല്ല, ഞാൻ വേറെ കാര്യം പറയട്ടെ. ഇവിടുന്ന് ഒരാളും പിന്നെ കളിക്കാത്ത ഒരാളും ഇതിനിടെ വന്നിട്ടില്ല. നീ ഇതിനകത്താണ് മൊത്തം. കാണുന്നത് എനിക്ക് അറിയാം. ബിനീഷ് ഭാഷ ഇത് എടുക്കാൻ വന്നപ്പോ നീ ഇത് പിടിച്ച് ഇങ്ങനെ മാറ്റില്ല. അങ്ങനെയില്ല, കള്ളത്തരം പറയല്ല. അല്ല, അപ്പൊ എന്തായാലും ഇരട്ട കുട്ടികളുടെ അച്ഛൻ എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിം കഴിയുമ്പോ ഇതിൽ ജയിച്ചിട്ടുള്ളത് ധന്യ മേരി വർഗീസിന്റെ, അങ്ങനെ പറയണം, ഹസ്ബൻഡ്.
ഡിഫറെന്റ്. അതായത് opposite team. Congratulations to John. ഭാര്യക്കാണെങ്കിൽ കുശുമ്പ് വന്നിട്ട് വയ്യ. അതെ അതെ, മുഖമൊക്കെ അങ്ങോട്ട് മാറിയിരിക്കുകയാണ്. വീട്ടിലെ പോലെ ഇത് കാണിക്കല്ലേ തോറ്റെന്ന് പറഞ്ഞു. ശരി, ലക്ഷ്മിക്ക് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായോ? എന്താ തങ്കു? ഏത് ടീമിലാണ് നല്ല അച്ഛനുള്ളതെന്ന്? കൊച്ചു കുട്ടികളുമായിട്ടുള്ള ആ ഇടപഴകുന്ന നല്ല അച്ഛന്മാരുള്ള ആരാണെന്ന് മനസ്സിലായോ? 1, 2, 3 ശരിക്കുള്ള അച്ഛനും ഒരു പള്ളിയിലുള്ള അച്ഛനും ഉണ്ടെന്ന്. പ്ലാസ്റ്റിക്കിൽ ഒരു അച്ഛനെങ്കിലും എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയല്ലോ. അപ്പോ എന്തായാലും ജയിച്ചിട്ടുള്ള ടീം once again congratulations to John and team. Good job. ശരി, അപ്പോ ഇപ്പത് ഇനി ഗെയിമിന്റെ ഭാഗമായിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊണ്ടുവരാണ്. അത് ഇവർക്ക് വേണ്ട രീതിയിൽ ഓപ്പോസിറ്റ് ടീമിനെ ട്രീറ്റ് ചെയ്യാനായിട്ട്. മനസ്സിലായോ? എന്റെ പേരെന്താ? മനസ്സിലായോ? ചാട്ടവാറ്. ഈ ആർട്ടുകാരെ സമ്മതിക്കണം. 24 മണിക്കൂർ തികഞ്ഞോ? കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു. ഈ എപ്പിസോഡ് ആയപ്പോഴേക്കും ചാട്ടത നല്ല കട്ടിയും കൂടി, അതുപോലെ തന്നെ സ്വർണ്ണ കളറായി. സമ്മതിക്കണല്ലോ. അയ്യോ, സമയം കളയണ്ട, നീ തന്നാ മതി. എല്ലാവർക്കും അറിയാന്നല്ലേ, നീ തന്നാ മതി. പതുക്കെ അടിക്കണേട്ടാ. ഇനി അവിടെ കിടന്ന അഭിനയവും കാര്യങ്ങളും ഒക്കെ നേരത്തെ മാറ്റണ്ടെന്നിരിക്കാനുള്ളതിന്. സർ, എന്റെ ഒരു റിക്വസ്റ്റ്. എന്താ മാഡം? അത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം. പറയൂ മാഡം. ലേഡീസ് വേണ്ട. അയ്യോ പ്ലീസ്. ഇത് കൊടുത്തേ പറ്റും, അല്ലെങ്കിൽ തിരിച്ചിറക്കുമ്പോ നാട്ടുകാർ തങ്ങളെ അടിക്കും. തങ്കച്ചൻ സർ, എനിക്ക് വേണ്ടി ചെയ്യില്ലേ? ശരി മാഡം, അപ്പൊ ഞാൻ ചോദിക്കട്ടെ മാഡം, ഈ കാളകൾ ആരെ അടിക്കണം ആദ്യം അല്ലേ? ചുവപ്പ് പാന്റ്. മാഡം അതാണ് തലയോട്ടി തല. നമ്മുടെ ഗസ്റ്റ് ആണ്. ആ ഗസ്റ്റ് പറഞ്ഞപ്പോ ഈ കീഴ്വഴക്കം പോലും ഞങ്ങൾ മാറ്റി. അതങ്ങനെ മാറ്റുന്നല്ല, മാഡത്തിന് വേണ്ടി അത് മാറ്റി. അപ്പൊ മാഡം സോ മച്ച് തങ്കച്ചൻ സർ, ലവ് യു. അതുകൊണ്ട് ഒരു കാര്യം, ഒരു പെണ്ണിനെ കൊണ്ട് അടുപ്പിക്കാം. അടി വാങ്ങാനല്ല, കൊടുക്കാനല്ലേ? അല്ല, എന്നാ ഞങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഈ ആണുങ്ങളെ തല്ലണേ. താങ്കൾക്ക് റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ വിട്ടാൽ മതി. ഞാനൊരു പേച്ച്, ഒരു കുസൃതി ചെറിയ വേറെ ആരും പറയരുതട്ടാ. പറയുന്ന ആള് കുരങ്ങൻ, ചോദിക്കുന്ന ആള് കുരങ്ങനാണ്. അമ്മയോട് ഇരിക്കാൻ പറയുന്ന രാജ്യം ഇംഗ്ലീഷാണ്. പറയൂ. കുരങ്ങൻ. മദർലാൻഡ് ഒന്നും പറഞ്ഞൊരു രാജ്യമില്ല. ഇല്ല. അമ്മയോട് ഇരിക്കാൻ പറയുന്ന രാജ്യം ഇംഗ്ലീഷാണ്. ഡയാന പറയൂ. ഉത്തരം ശരിയാണെങ്കിൽ 2 അടി അടിച്ചോ. ശരിയാണ്. ശരിയാണെങ്കിൽ 2 അടി അടിക്കും. ഞാൻ പറയട്ടെ, അമേരിക്ക. പറഞ്ഞു കൊടുത്ത് 2 അടി. എന്നാ അഭിനയുടെ ആ വിജയുടെ പടത്തിൽ ചെന്നപ്പോ എന്തെങ്കിലും ഇതിന്റെ അംശം കാണിച്ചായിരുന്നെങ്കിൽ. റെഡി, 1, 2, 3 go. രണ്ടടി അടിച്ചിട്ട് തിരിച്ചടി. അതിനെന്താ കുഴപ്പം? 2 അടി. ശരി ഉത്തരം പറഞ്ഞ 2 അടി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ആണോ? ആ പിന്നെ അടുത്ത ആള് അന്നച്ചാക്കോ. ഉല്ലൂനെ അടിക്കാം. എന്റെ ഉല്ലൂനെ അടിക്കാം. എന്റെ ഉല്ലു അതെന്താണ്? ഇതെന്നാ സീരിയലിന്റെ ലോഗോയോ? കുറച്ച് നാളായി അടി കൊടുത്തിട്ട്. അല്ല, ഞാൻ ഈ അടിക്ക് അർഹനാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഞാനല്ല കൊച്ചിനെ നോക്കാറുള്ളത്, ഇവളാണ് ഏറ്റവും കൂടുതൽ കൊച്ചിനെ നോക്കാറുള്ളത്. ഞാൻ കുഞ്ഞിനെ നോക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഈ അടി ഞാൻ ഏറ്റവും സന്തോഷത്തോടു കൂടി. പ്രഭാഷണം വേണ്ട, അടി കൊണ്ടാ മതി. ഇനി പോലെ 1, 2, 3 go.
മുടിയോളം കേറിയല്ലോ ചാട്ടവാറടി, മുടിയോളം കേറിയല്ലോ ചാട്ടവാറടി, തൂത്തിട്ടും തൂത്തിട്ടും പോകുന്നില്ല, തട്ടിയിട്ടും മുട്ടിയിട്ടും പോകുന്നില്ല. സന്തോഷമായി. ഇത് ഈ ഡാൻസ് അല്ല നിങ്ങൾ രാവിലെ റിഹേഴ്സൽ ചെയ്ത? മനസ്സിലായില്ലേ? ഷാഫിക നമ്മൾ ഈ ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ട് പാടിയാലോ? പാട്ട് വേണ്ടെന്ന് കമ്പനി പറഞ്ഞിരിക്കുന്നു. നിങ്ങളെ പാടേണ്ടെന്ന് പറഞ്ഞു. അതെ, പറഞ്ഞു നിങ്ങളോടാ പാടണ്ടെന്ന് പറഞ്ഞു. അതെ, കുഴപ്പമില്ല, പാട്ട് പാടിക്കോട്ടെ. പാട്ടെങ്കിലും പാടിയൊന്നും സംസാരിക്കുമല്ലോ. അല്ല ബിനീഷ്, പാട്ട് പാടി എങ്ങനെയാണ് സംസാരിക്കുന്നത്? മാഡം പറഞ്ഞിട്ടുള്ളത് പെൺകുട്ടികളെ അടിക്കരുതെന്നാണ്. അപ്പൊ വീണ്ടും ബിനീഷ് തന്നെയാണ്. മേഡം അപ്പൊ അങ്ങനെ രണ്ടാമത് അടി വരും. ഞങ്ങൾ ആണുങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ഹലോ, നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ബിനീഷ് വരും. ഒരൊറ്റ ചോദ്യം കൂടി ചോദിക്ക്, രണ്ടടി മേടിക്കും. ഗസ്റ്റ് പോലും നീ അടി മേടിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അല്ല, എനിക്ക് ബിനീഷയുടെ ഒരു വിരോധം ഇല്ല. പക്ഷെ ആ ചുവന്ന പാന്റിനോടാ എനിക്ക് വിരോധം. നമ്മളെ ഗെയിമിലെ കണ്ണ് കെട്ടി ഈ തൊട്ടിലാട്ടാൻ പോയപ്പം എനിക്ക് കറക്റ്റ് ഒരു പാട്ട് ഓർമ്മ വന്നു. അതിന്റെ 2 വരി പാടിയിട്ടായിരിക്കും വേണ്ടേ? കുസൃതി അവിടെ നിൽക്കട്ടെ. കൺമണി നിൻമലർ പൂമുഖം കാണാതെ കണ്ണടച്ചിടും ഞാൻ എന്നാലും, കൺമണി നിൻമലർ പൂമുഖം കാണാതെ കണ്ണടച്ചിടും ഞാൻ എന്നാലും, കണ്ണില്ല ബാപ്പയ്ക്ക് കൈവന്ന കണ്ണല്ലേ, മണ്ണിതിലുണ്ടായ വിണ്ണല്ലേ, കണ്ണില്ല ബാപ്പയ്ക്ക് കൈവന്ന കണ്ണല്ലേ, മണ്ണിതിലുണ്ടായ വിണ്ണല്ലേ, താമരമിടിയെങ്ങോ തങ്കത്തിൻ കവിളങ്ങോ തപ്പുന്ന വിരലീനാൽ കാണട്ടെ ഞാൻ, തപ്പുന്ന വിരലീനാൽ കാണട്ടെ ഞാൻ, കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ, കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ, കൽപ്പിച്ചു റബ്ബേനിക്കേകിയ മലർമൊട്ടെ, കൽബിൻ്റെ കണ്ണേ ഉറങ്ങുറങ്ങ്, കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ, കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ. ഒരു കണ്ണ് കാണാത്ത കാഴ്ചയില്ലാത്ത പാപ്പ കുഞ്ഞിന് വേണ്ടി താരാട്ട് പാടുന്ന ഒരു രംഗമാണത്. അസലായിട്ട് പാടി. പാട്ടൊക്കെ ആ പാട്ട് കഴിഞ്ഞിട്ട് ചാട്ടവാറിന് ഒരു മനുഷ്യനെ അടിക്കുകയാണ്. അത് റൂൾ അല്ലേ? ഞാൻ 2 അല്ല, അതിൽ കൂടുതൽ താങ്ങും കേട്ടോ. ഇത് മാറാറ ചെണ്ട പോലെ നീ തന്നെയാണല്ലോ മുഴുവൻ. കഴിഞ്ഞ ജന്മത്തിലുള്ള ഏതോ വൈരാഗ്യമാണ്. മേഡം, സ്ത്രീകളെ തല്ലാൻ പാടില്ലെന്നുള്ള നിയമം പ്ലീസ്. ചുമ്മാ ഉരുമിയും കൂട്ടാ കുഴപ്പമുണ്ടോ? വേണ്ട മേഡം, ഞാൻ ആൺകുട്ടിയെ തന്നെയാണ് തല്ലാൻ പോകുന്നത്. ആൺകുട്ടീനേക്കാൾ കൂടുതൽ വില ഉള്ള ഒരു ആൺകുട്ടിയാണ്, അല്ലേ? അതെ, ഉറപ്പാ. എന്തെങ്കിലും പേഴ്സണൽ വെഞ്ചൻസ് ഉണ്ടോ? വ്യഞ്ജനം അല്ല, പക്ഷെ നിങ്ങൾക്ക് ഓക്കെയാണോ? കുഴപ്പമില്ല, ചേട്ടാ ആയതുകൊണ്ട് ഓക്കെ. ഓക്കെ, ഒരു വിരുത്തം പാടാമോ? ഗെയിമിന്റെ ഒരു പാട്ട് പാടാന്നാ. അമ്പോറ്റിയെ നീ കണ്ടോണ്ടുറങ്ങുമ്പോൾ കൽക്കണ്ട കുഞ്ചൊന്നു കാണായി വരും, അമ്മയുടെ കയ്യിലെ കിങ്ങിണി കളിപ്പാട്ടം കിലുങ്ങാതെ കിലുങ്ങുന്ന കിലുക്കാൻ പെട്ടി, ആ പെട്ടി തുറന്നാലോ അതിലായിരം നക്ഷത്രം, ആ നക്ഷത്രക്കൂട്ടിൽ നിറയെ സ്നേഹപ്പൂവിളികൾ, കിളിപ്പാടും പാട്ടിലൊരമ്മ മനസ്സുണ്ട്, ചാഞ്ചാടിയാടി ഉറങ്ങൂ നീ, ചരിഞ്ഞാടിയാടി ഉറങ്ങൂ.
കാണാക്കിനാ കണ്ടുറങ്ങു നീ. മാം ഒന്ന് കണ്ണടച്ചേക്കൂ. ഇത് ആർക്ക് വേണമെങ്കിൽ കൊള്ളായിരുന്നു. വിഷമമുണ്ട്, തെറ്റാണ്. പക്ഷേ എങ്കിലും ഈ കുട്ടിത്തത്തിന് ഒരു അടി അടിക്കാൻ പറ്റിയില്ലെങ്കിലും പിന്നെ എനിക്ക് അതൊരു ഞാൻ ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കുമ്പോളെ രണ്ടടിയാണ്. ചേട്ടൻ കോമഡി എടുക്കുന്നത് കാണിക്കുമല്ലോ. കോമഡി കാണിക്കണമെന്നാണ് എന്റെ വിചാരം. അപ്പോ എന്തുകൊണ്ടാ ഗേൾസ് ചിരിക്കുന്നത്? വാ കൊണ്ട് ചിരിയുണ്ട്, വാ കൊണ്ട് ചിരിക്കുന്നു. എന്താണ് അതിനിപ്പോ എന്താണ് പ്രശ്നം? രണ്ടടിയുണ്ട്. അങ്ങനെ പറഞ്ഞില്ല, അത് പറഞ്ഞില്ല. അത് ഞാൻ ആദ്യമേ പറയണോ? അല്ലല്ല, രണ്ടടി ഉണ്ട്, ഞാൻ മാത്രം രണ്ടടി ഉള്ളു. 5-8 അടി കൊണ്ട് നിൽക്കുന്ന ഓൻ പറയുന്നതിന് ഇവിടെ കാര്യമുണ്ട്. ഒരു ചോദ്യം കൊണ്ട് ചോദിക്കട്ടെ? ഹൈറ്റ് ഇല്ല, എനിക്ക് ഹൈറ്റ് ഇല്ല. ചേട്ടന് ഹൈറ്റ് ഇല്ലാത്തവര് ഹൈറ്റ് വെക്കാൻ എന്താ ചെയ്യണ്ടേ? എന്താണ് പറ. ഇത് നിയമം ഒരുത്തല്ലേ ചെയ്തേക്കുന്നത്? കമ്പനി ഇതെനിക്ക് കമ്പനി തന്നതാണ്. ഇന്നിയർ എനിക്ക് കമ്പനി തന്നതാണ്. കമ്പനി തന്ന അവരുടെ പ്രോഗ്രാമിന് എന്നെ വിളിച്ചു വരുത്തിട്ട് മാത്രമല്ല ഉത്തരം കൂടി കമ്പനി തരുന്നു. പിന്നെ അതെ, ശരി, ഉത്തരം കമ്പനി ഉത്തരം പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞ ആള് ഹൈറ്റ് കൂടാൻ വേണ്ടി എന്ത് ചെയ്യും? പ്ലീസ് പറയരുത്. ഉത്തരം പറയാ. ഹൈറ്റ് കൂടാൻ വേണ്ടിയാ പൊക്കപ്പുറത്ത് ഇറങ്ങിക്കണം. ഹൈറ്റിൽ കയറി നിൽക്കണം. അതെ, ഓക്കെ. പറഞ്ഞിട്ടില്ല കേട്ടോ, പറഞ്ഞിട്ടില്ല. അപ്പോ തങ്കച്ചൻ സാറിന് 2 അടി. ഏറ്റവും ആദ്യം പറഞ്ഞ ഉത്തരത്തിന്റെ ആ ഉത്തരം പറഞ്ഞതിന്റെ അടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ആൻസറിലേക്ക് പറഞ്ഞില്ല. അത് നമുക്ക് തീരുമാനിക്കാം. തങ്കച്ചൻ സാർ സൂക്ഷിക്കന്. ഈ 2 അടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 2 അടി. അപ്പോഴത് ഞാൻ ശ്രദ്ധിക്കേണ്ടി. അത് ശ്രദ്ധിക്കും. ഓക്കെ മാഡം. 1 2 3. കൊള്ളല്ലേ? കൊള്ളാം. അത് പെർഫെക്റ്റ്. ഓക്കെ. ഇപ്പൊ നല്ല അടി കിട്ടിയില്ലേ? ഇനി തോറ്റ ടീമിന് അടിക്കാനുള്ള റൈറ്റ് ഇല്ല. പാനലിന്റെ ഡിസിഷൻ ആണത്. പാനലിന്റെ ഡിസിഷൻ ആണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഡിസിഷൻ ഉണ്ട്. ചതിച്ചു. ശരി, എനിക്ക് അറിഞ്ഞൂടാ. ഇനി മെയിൻ ക്യാപ്റ്റൻസ് എത്താൻ പോവാ. അവര് തമ്മിൽ തല്ലിത്തീർക്കേ. ആരൊക്കെ? ഭാര്യയും ഭർത്താവും. ഞാൻ ഈ പ്രത്യേക പേര് വേണോ ഒന്ന് കാണട്ടെ. പക്ഷെ എനിക്കറിയാം എന്റെ ഹസ്ബൻഡ് നാട്ടുകാരുടെ മുമ്പ് വെച്ച് 10-12 കൊല്ലായിട്ട് കാത്തിരിക്കുക പുള്ളി ഈ അവസരത്തിൽ. അയ്യോ, പേരുക്കട ചന്തേ കിടന്ന് 2 അടി കൊടുന്ന് ഞാൻ കണ്ടതാണ്. നീ ഒരു കുസൃതി ചോദ്യം ചോദിച്ചോ, മറുപടി പറഞ്ഞാ നിനക്ക് തല്ല്. അത് വേണ്ട. അല്ല പറഞ്ഞില്ലെങ്കിൽ തവളയുടെ വായോടെ അവസാനം അതിനോട് തല്ലുകൂടെ മേടിക്കോ? ഉത്തരം പറഞ്ഞ 2 ആരാണ്? പിന്നെ കിട്ടിയത് തന്നെ ഫിക്സ് ചെയ്തോ. അത് അപകടകാരിയാണ്. അതിൽ ചെന്ന് ചാടി കൊടുക്കരുത്. 4 പെൺകുട്ടികളും 5 ആൺകുട്ടികളും ഒരു കൊടയിൽ പോവായിരുന്നു. പക്ഷെ അവരൊരു തുള്ളി പോലും നനഞ്ഞില്ല. എന്താ? മഴ പെയ്യണില്ലായിരുന്നു. ഇതെന്തിനാന്നറിയോ? ഇതൊരു ഊള ചോദ്യമാണെന്ന് അറിഞ്ഞിട്ട് നീ എന്റെ അടുത്ത് ചോദിച്ചോണ്ട് ഇനി ഇത് ഗെയിമിന്റെ അടി പോയിരുന്നു. ഇപ്പൊ മനസ്സിലായോ? അവിടെ പോയി ചോദ്യം ചോദിച്ചാൽ അപ്പൊ ഞങ്ങൾ ഫിക്സ് ചെയ്തത്. എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാറായി. കുഴപ്പമില്ലാതെ അടുത്ത എപ്പിസോഡിൽ ഇതിനേക്കാൾ കിടക്കൻ ഗെയിംസുമായിട്ട് ഞങ്ങൾ തിരിച്ചെത്തും.